ആ കാലം കഴിഞ്ഞ് ഇനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല. ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ നിമിഷയെ യമനിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2017 നടന്ന് 2025 വരെയുള്ള ഇടവേളകളിൽ പല തവണകളായിട്ട് നയതന്ത്ര മേഖലകളിലും ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴിയൊക്കെ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാരണം അത്തരത്തിലുള്ള ഒരു സ്ഥലത്തായത് കാരണം ഹൂത്തികളുടെ ഭരണ പ്രദേശമുള്ള സന്നായിലുള്ള സ്ഥലത്തായത് കാരണം നയതന്ത്ര മേഖലയിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് നമുക്കറിയാം. അവരാവുന്നത്ര ശ്രമിച്ചു, പക്ഷെ അവിടെ പരിമിതികളുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയുള്ള ഒരു ശ്രമം അവിടെ നടക്കില്ല. അത് തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്, അതേപോലെ മുഹമ്മദ് മൂർക്കുണ്ട് തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട ആളുകളും, അതല്ലാതെ യമനിൽ തന്നെ അവിടെ നിന്നിട്ടുള്ള സാമുവലോ, അതേപോലെ അഡ്വക്കേറ്റ് ദീപ തുടങ്ങിയ ആളുകളൊക്കെ ഇതിന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പ്രയത്ന ഫലമായി ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടൊന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരാൾക്കും ഇതുവരെ സാധിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പരിണിത ഫലമായി കഴിഞ്ഞ 16-ന് വധശിക്ഷ കാത്തു കിടക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിധിച്ച് പ്രസിഡന്റ് ദയാഹർജി തള്ളി അവിടുത്തെ ജയിലർക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവ് കൊടുത്ത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന അവസാനത്തെ ആഴ്ചകളിലാണ് കോൺഗ്രസ് പ്രവർത്തകനും കൂടിയായ അനൂപ് വിആറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചാണ്ടി ഉമ്മൻ AP ഉസ്താദിനെ വന്ന് കാണുന്നത്. ആ AP ഉസ്താദിനെ വന്ന് കാണുന്നത് മുതലുള്ള കാര്യങ്ങൾ ആ ഉസ്താദ് ഇടപെട്ട് തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉസ്താദ് ഇത് മർക്കസ് മീഡിയയോ ഉസ്താദോ മറ്റു ആളുകളോ എവിടെയും ഇത് പറഞ്ഞിട്ടില്ല. ചാനലുകളെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടപെടുന്നുണ്ട്, ഇതിന്റെ പ്രോഗ്രസ് ഇന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായി ഉസ്താദിന്റെ ഇടപെടലിനെ കുറിച്ച് മാലോകരെ അറിയുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് പ്രവർത്തകനായ അനൂപ് വിആർ ഫേസ്ബുക്കിൽ ജൂലൈ 13-ന് ഒരു കുറിപ്പിടുന്നു. ആ കുറിപ്പിലൂടെയാണ് മറ്റു മീഡിയകളും മറ്റു മാധ്യമ പ്രവർത്തകരും ഉസ്താദിൽ ഇത് ഇടപെടുന്നുണ്ട് എന്ന് പോലും അറിയുന്നത്. അല്ലാതെ മർക്കസ് മീഡിയ മറ്റു ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു PR വർക്ക് വേണ്ടി ചെയ്തതല്ല. ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മതസൗഹാർദ്ദവും മറ്റൊക്കെ തകർക്കുന്നതിന് വേണ്ടി കാസ ക്രിസംഗി ചാനലുകള്, സംഘികളും ക്രിസംഗികളും ഒരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അവർ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ തലപ്പാവുധാരികളായ ചില ലോകം നിയന്ത്രിക്കുന്ന ശൈഖിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള വട്ടൂരിലെ ചില ഹാളിളകിയ 2-3 ശൈത്താന്മാരും അവരുടെ വാക്ക് കേട്ട് അത് വേദാന്തമാക്കിയിട്ട് നിങ്ങൾ അഫലാത്ത തഫക്കറും, നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് എന്താ ചിന്തിച്ചൂടെ എന്ന് ചോദിച്ച് നടക്കുന്ന കുറച്ച് വഹാബികൾ ഉണ്ടായിരുന്നു, മുജാഹിദുകൾ. റഫീഖ് സലഫി, ഹുസൈൻ സലഫി പോലുള്ള മുജാഹിദുകളായ ആളുകളും കൂടി ഈ പറയുന്ന കുരുവട്ടൂരികൾ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ വേദവാക്യമാക്കി പൊതുജനങ്ങളോട് പറയുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന മറുപടി ക്ലിപ്പിടുന്നത് വട്ടൂരിയുടേതാണെന്നുണ്ടെങ്കിലും കൊള്ളുന്നത് ആർക്കാണ്? കൊടുത്തളിയനും കൊണ്ടളിയനും. അങ്ങനെയാണല്ലോ. അതായത് ഇവൻ ഛർദ്ദിക്കുന്ന മറ്റൊരു വാരിത്തിന്നും, മറ്റവൻ അവന്റെ അമേദ്യവും ഉച്ചിഷ്ടവും ഒക്കെ ഇവനും വാരിത്തിന്നും. രണ്ടുപേരും അങ്ങനെ ഒരു കൊടുത്തളിയനും കൊണ്ടളിയനും ഉള്ള ബന്ധമാണ് എന്നുള്ളത് ആളുകൾക്ക് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ആയിരുന്നു. ഈ നൗഷാദ് എന്ന് പറയുന്ന കുരുവട്ടൂരിയുടെ ജൽപ്പനങ്ങൾ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അത് അതുപോലെ അവതരിച്ചുകൊണ്ട് അതാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാം. നമുക്ക് ഓരോന്നായി കേൾക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അവർ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഈ നരേഷന്റെ കഥ കഴിക്കാൻ പോവാണ് നമ്മൾ. ഇതിന്റെ വസ്തുതകള് അതിന്റെ വസ്തുതകൾ ഏത് ആളുകൾക്കും മനസ്സിലാവുന്ന രൂപത്തിലല്ലേ? കേട്ടു നോക്കുങ്ങള്. തുടക്കത്തിൽ അവൻ പറയട്ടെ. ജൂലൈ 13-നുള്ള ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം. ജൂലൈ 13 അതേക്കാരൻ ദിവസം ഞായറാഴ്ച. ആ ദിവസത്തിൽ ഇവര് പ്രസിദ്ധി വാർത്തകളിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് വളരെ കൃത്യമായ അതിൻ്റെ രൂപമാണ്. അന്ന് AP-യുടെ വർത്താനൊന്നുമില്ല. അവർ പറയുന്നത് ഈ പെണ്ണിൻ്റെ അമ്മ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ വാദം കേട്ട് അതിൻ്റെ ലെറ്ററാണ് 14-ന് നീട്ടിവെച്ചു എന്ന് കൊടുത്തു. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കോടതിയിൽ നിന്നൊക്കെ ഒരു കാര്യം കിട്ടണമെങ്കിൽ ആദ്യം അതിനൊരു ഹർജി കൊടുക്കണം. നിലവിലുള്ള ഒരു വിധി ഉണ്ടെങ്കിൽ ആ വിധിനെ എന്താക്കാനും ഒരു അപേക്ഷ കൊടുക്കണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പെർമിഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണ്ടേ? അല്ലാതെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ വാർത്താസമ്മേളനം നടത്തിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ കോടതി മാറ്റി കൊടുക്കും. അപ്പൊ ഇത് വ്യക്തമായി ആ സ്ത്രീയുടെ ഉമ്മ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റുന്നത്. ആ ഹർജി കൊടുത്ത വിവരം അന്നത്തെ വാർത്തയിൽ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇതിലിപ്പോ അവന്റെ ഏറ്റവും വലിയ
ഇവരുടെ കുരുവട്ടൂരികളുടെ വാക്ക് കേട്ട് ഇത് പ്രചരിപ്പിക്കുന്നവരും കുരുവട്ടൂരികളും പറയുന്ന രണ്ട് വാദങ്ങൾ അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് തീർന്നു. AP ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നത് 14-ാം തീയതി മുതലാണ്. 13-ാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ല, ഉസ്താദ് ഇടപെട്ടിട്ട് പോലും ഇല്ല. ആ 14-ാം തീയതി ഉസ്താദ് ഇടപെട്ട് തുടങ്ങുമ്പോ തന്നെ അവിടെ വിധി വന്നിട്ടുണ്ട് എന്നാണ് ഇവരുടെ നറേഷൻ. എന്നാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ 13-ാം തീയതി തന്നെ ആദ്യമായി ഈ വാർത്ത പങ്കുവെക്കുന്നത് ആരാണ്? അനൂപ് VR എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ. 13 ജൂലൈ എല്ലാവരും കാത്തിരുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചില നിർണായക നീക്കൽ നടക്കുന്നതായി അറിയുന്നു. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ അഭിവന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ പ്രധാന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹഫീദ് മുഖാന്തിരം നോർത്ത് യമൻ ഭരണകൂടവുമായും മറ്റും ഇരയുടെ കുടുംബവുമായും സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഇടപെടുന്നത് എവിടെയാണ്? നോർത്ത് യമനിലെ ഭരണകൂടവുമാണ്. അവിടുത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ നയതന്ത്ര മേഖലയിലുള്ള ആളുകളുമായി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ലാതെ ലോകപ്രസിദ്ധനായ, ഇന്ന് ലോക മുസ്ലിങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ ലോകപ്രസിദ്ധനായ മുസ്ലിം പണ്ഡിതൻ ആര് എന്ന് വിദേശ മാഗസിനുകളും മറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്തുള്ള ആളാണ് ഈ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ആള്. അപ്പോ ആ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ഷെയ്ഖിനെയാണ് ആര് ബന്ധപ്പെടുന്നത്? AP ഉസ്താദ് ബന്ധപ്പെടുന്നത്. അവരുടെ വഴിയാണ് മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഈ വാർത്ത ആദ്യം കൊടുത്തത് ആരാണ്? AP ഉസ്താദ് ആണോ? അല്ല. ആരാണ് കൊടുത്തത്? അനൂപ് VR ഫേസ്ബുക്കിൽ ഇടുന്നു. ഈ ഫേസ്ബുക്കിൽ അനൂപ് VR ഇടുമ്പോ നോക്ക്, അടുത്ത തന്നെ മീഡിയ 13 നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പ്രധാന സൂഫി പണ്ഡിതൻ മുഖേനയാണ് യമൻ ഭരണകൂടത്തെ ബന്ധപ്പെട്ടത്. അനൂപ് VR കൊടുത്ത കോൺഗ്രസിന്റെ പ്രവർത്തകൻ എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നാണ് ആർക്കിത് കിട്ടുന്നത്? വാർത്താ ചാനലുകൾക്ക് കിട്ടുന്നത്. അത് തന്നെ ജൂലൈ 13 തന്നെ നിമിഷപ്രിയയുടെ മോചനം റിപ്പോർട്ടർ ചാനൽ ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയതായി വിവരം. യമൻ ഭരണകൂടം എന്നുള്ള അവർക്ക് ഇവിടുന്ന് കിട്ടിയത്? ഇവിടുന്ന് യമൻ പണ്ഡിതനായ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദ് മുഖാന്തിരം നോർത്ത് യമൻ ഭരണകൂടവുമായി ആര് ബന്ധപ്പെട്ടു? AP ഉസ്താദ് ബന്ധപ്പെട്ടു എന്ന് കോൺഗ്രസ് പ്രവർത്തകനായ അനൂപ് VR കുറിക്കുമ്പോ അതിലൂടെയാണ് മാധ്യമങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അല്ലാതെ AP ഉസ്താദോ AP ഉസ്താദിന്റെ ബർക്കസിലെ മീഡിയ വിങ്ങോ PR വർക്കോ ചെയ്തതല്ല ഈ വിഷയം. ആ കോൺഗ്രസ് പ്രവർത്തകനാണ് ചാണ്ടി ഉമ്മനോട് ഈ വിവരം പറയുന്നതും. ചാണ്ടി ഉമ്മൻ 13-ാം തീയതി ഈ വാർത്ത മൂപ്പര് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലേ? അത് ചിന്തിക്കാൻ വല്ല മറ്റേതിൽ പറഞ്ഞമാതിരി വല്ല ഇന്റർഗേഷനോ സ്പെക്കുലേഷനോ അങ്ങനെ വല്ല സംഭവമൊന്നുമില്ല. കോമൺ സെൻസ് പോരെ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുരുവട്ടൂരികളും അവരെ താങ്ങുന്ന സംഘി ചാനലുകൾ ആവും എന്നല്ലേ നമുക്ക് പറയാനുള്ളത്. അപ്പൊ 13-ാം തീയതി തന്നെ ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് വാർത്താ ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കറിയാം. എന്നാൽ അതിനെ പാടെ നിഷേധിക്കുകയാണ്. ഇപ്പൊ അതിലെന്താ കേട്ടത്? 13-ാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ലാന്ന്. ഇവിടെ ചിത്രത്തിലില്ല, ഉസ്താദ് വരുന്നില്ല, പക്ഷെ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. 13-ാം തീയതി ഈ കുറിപ്പുകാരൻ അവിടെ അങ്ങനെ ഇടപെട്ടതായി വിവരം അറിയുന്നു എന്നുണ്ടെങ്കിൽ 13-ാം തീയതി അല്ല അവിടെ ഇടപെടുക. അവിടെ ചാണ്ടി ഉമ്മൻ വന്ന് കാണുന്നത് അതിന്റെയും മുന്നേയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൂടെ ഇടപെട്ടിട്ട് അവിടെ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പോകുന്നു എന്നുള്ള വാർത്ത അനൂപ് VR അറിഞ്ഞ സന്തോഷത്തിലാണ് ഈ വിവരം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതുവരെ ആ ഫേസ്ബുക്കിൽ കുറിക്കാൻ മൂപ്പർക്ക് പോലും അനുവാദമില്ല. ആരോടും അങ്ങനെ കുറിക്കരുതെന്നോ ഇത് പാർത്ത് പുറത്തുവിടരുതോ പറഞ്ഞാണ് മൂപ്പരുടെ സന്തോഷത്തിൽ മൂപ്പരുടെ സ്വന്തം വകയായിട്ട് ഫേസ്ബുക്കിൽ അറിഞ്ഞത് ഇട്ടത് മറ്റു ചാനലുകൾ അത് വാർത്തയാക്കി എന്നുള്ളതാണ്. ഇനി കേൾക്കാം. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞു വെച്ചത് എന്താ? ഈ വധശിക്ഷ മാറ്റിവെക്കാൻ കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരാളുകൾ ഇവിടെ നിന്ന് ഫോം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റുമോ? അവിടെ ഒരു രീതിയില്ലേ? അവിടെ ഒരു ഹർജി കൊടുക്കണ്ടേ? ഹർജി കൊടുത്ത് അവിടെ വാദങ്ങൾ കേൾക്കണ്ടേ? ഒരു പോലീസ് കേസിനുള്ള ഒരു പെറ്റി കേസ് ആണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ലേ? കോർട്ടിൽ വിളിക്കില്ലേ? എന്നിട്ട് രണ്ട് പ്രതിയുടെയും വാദിയുടെയും പക്ഷങ്ങൾ കേൾക്കണ്ടേ? അങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ വിധി വന്നതിന് ശേഷവും നിങ്ങൾക്കറിയാം ഈ കുടുംബം അത് അറിഞ്ഞിട്ടില്ല. ഞാനത് വഴിയെ പറയുന്നുണ്ട്. കാരണം 15-ാം തീയതി AP ഉസ്താദ് ഇതിന്റെ കോർട്ട് വേർഡിക്റ്റ് മാറ്റിയതായിട്ട് പുറത്തുവിടുന്ന ആ സമയത്ത് പോലും അതിന്റെ ഫാമിലി ഇത് അറിഞ്ഞിട്ടില്ല. 15-ാം തീയതി രാവിലെയും അബ്ദുൽ ഫത്താ മഹദി പോസ്റ്റ് ഇടുന്നത് എന്താണ്? ഇതാ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് നീതി നടപ്പാക്കുന്നു, അവളെ തൂക്കിലേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ്. 14-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ തീരുമാനം ആയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തു വിടാൻ പറ്റില്ല. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെയാണ്. അത് ഈ പൂത്തേക്ക് മനസ്സിലാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ 15-ാം തീയതി അത് പുറത്തുവിടാൻ പറ്റുള്ളൂ. 14-ാം തീയതി ഉസ്താദിന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 14-ാം തീയതി എന്ന് പറയുന്നത് ഏതുവരെ 14-ാം തീയതി ഉണ്ട്? ഇവന്റെ വിചാരം എന്താ അറിയോ? 14-ാം തീയതി എന്ന് പറയുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 14-ാം തീയതി തീർന്നു എന്നാ.
15-ാം തീയതി 14-ാം തീയതി അർദ്ധരാത്രി 11:59 വരെ അതിന്റെ ഇടയിൽ നടക്കുന്നതെല്ലാം 14 എന്നുള്ളതാണ് എന്ന് ഈ ലോകം നിയന്ത്രിക്കുന്ന മറ്റേ ഗ്ലോബൽ തെണ്ടി നടക്കുന്ന ചെങ്ങായില്ലേ, ഓനോടെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ മർമ്മപ്രധാനമായ വിഷയം എന്താ, അവിടെ നിമിഷപ്രിയയുടെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ നിവേദനം കൊടുത്തിട്ടാണോ ഈ വിധി മാറ്റിയത്, അതല്ല ആ നിവേദനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അങ്ങനെ വിധി മാറ്റുന്നതുമായി ഒരു ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് നോക്കാം അടുത്തൊരു വീഡിയോ ക്ലിപ്പ്. അവിടെയുള്ള സാമുവൽ ജെറോം, അതായത് ഇപ്പൊ നൗഷാദിന്റെ ഒക്കെ ഷെയ്ഖ് ഇപ്പോ മൂപ്പരാണല്ലോ, അപ്പൊ സാമുവൽ ജെറോം തന്നെ ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് നമുക്ക് കേൾക്കാം. അദ്ദേഹം തന്നെ പറയുന്നു വളരെ വ്യക്തമായി, ഞാൻ പറയുന്നില്ല, ആദ്യം അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാലോ. On Saturday, when Mother Sheikh Abdul Malik Nahia and our Indian embassy, local staff of the Indian embassy, because as you know, in Yemen there is no Indian embassy, the local staffs are still available. So we all went to the public prosecutor's office, and when we gave the request for extension, they immediately said, we have already received a call from the president's office. This is what they stated. This is on Saturday evening. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത് കേട്ടോ? അതായത് when they went to the public prosecutor, the attorney general, public prosecutorനെ കാണാൻ വേണ്ടി എന്തിനാണ് ചെല്ലുന്നത്? എന്താ? to extend the court verdict. ഇപ്പൊ നിലവിലുള്ള 16-ാം തീയതിയിലുള്ള കോർട്ട് വേഡിക്റ്റ് ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ഒരു ഹർജിയുമായി ഇയാളും ഈ അമ്മയും കൂടി അവിടെ പോകുന്ന സമയത്ത് ഈ ഹർജി കൊടുക്കാൻ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് ഉടനെ പബ്ലിക് പോസിൽ ഇമ്മീഡിയറ്റ്ലി ദ പബ്ലിക് പ്രോസിക്യൂട്ടർ told to him, എന്താ പറഞ്ഞത്? ഓൾറെഡി ഐ റിസീവ്ഡ് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ്, received a call from the higher authorities that for എന്തിനു വേണ്ടിയിട്ട് to extend the court verdict. അതായത് ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹമാണ് പോയത്. സാമുവൽ ജെറോം ഭാസ്കരൻ എന്ന് പറയുന്ന ആളും അവരുടെ അമ്മയും കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവര് പറയാണ്, ഉന്നത തലത്തിൽ നിന്ന് ഹയർ അതോറിറ്റിയിലോട്ട് എനിക്ക് ഓൾറെഡി കോള് വന്നിട്ടുണ്ട് ഇത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നു കുരുവട്ടൂരികളോട്, ആ കുരുവട്ടൂരികളുടെ ജൽപ്പലങ്ങൾ അണ്ണാക്ക് തുടങ്ങിയ വിഴുങ്ങിയ സലഫി ചിന്താധാരയിലെ ഉസ്താദിനെ മോശമാക്കണം, പരിഹസിക്കണം, നിന്ദിക്കണം എന്ന് ചിന്തിക്കുന്ന സകല ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഇവനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇവനല്ലേ അവിടെ പോയത്? ഇവൻ പോയപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന എന്താ? നിവേദനം കൊടുക്കാൻ പോകുമ്പോ അപ്പൊ തന്നെ അവിടുന്ന് പറയുന്നു, പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്, ഇത് കോർട്ട് വേഡിക്റ്റ് മാറ്റിവെക്കണം, 16-ാം തീയതിയിൽ നിന്ന് മാറ്റിവെക്കണം എന്ന്. ഇത്ര സുതാര്യമായി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ പിന്നെ ഇയാളെ നിങ്ങൾ തള്ളേണ്ടി വരും. കണ്ട ഞാൻ അവിടെ നിൽക്കട്ടെ, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയേണ്ടി വരും. മൂപ്പരാണ് പോയത്. ആ പോയ മൂപ്പരോട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്ത്? ഇതിനായിട്ട് പോകുമ്പോ ഇമ്മീഡിയറ്റ്ലി ദ പബ്ലിക് പ്രോസിക്യൂട്ടർ റിപ്ലൈ ടു ഹിം ദാറ്റ് ഐ ഗോട്ട് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ് എന്ത് ടു എക്സ്റ്റെൻഡ് ദിസ് കോർട്ട് വേഡിക്റ്റ് എന്ന്. എവിടെ കഴിഞ്ഞില്ലേ കഥ? എവിടെ ചെങ്ങൈമാരെ നിങ്ങളത്? ഈ നിവേദനം കൊടുത്തുകൊണ്ടാണോ? നിവേദനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് കൊടുക്കായിരുന്നു? ഈ ദിവസത്തേക്ക് മാറ്റി വെക്കണോ? അല്ലെങ്കിൽ ഇടപെടൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2017 മുതൽ ഈ 2025 വരെ 8 വർഷമല്ലേ? അതിൻ്റെ ഇടയിൽ നിവേദനം കൊടുക്കുന്ന പരിധിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ശിക്ഷ മാറ്റിവെക്കുന്ന തീരുമാനവും കഴിഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വധശിക്ഷയ്ക്ക് വിധിച്ച് പ്രസിഡന്റ് തന്നെ ദയാഹർജി തള്ളിയിട്ടുള്ള ഒരു കേസിൽ പിന്നെന്ത് നിവേദനം? ആ നിവേദനം കൊടുക്കാൻ വേണ്ടി പിന്നെയും ഒരു പ്രതീക്ഷയോടുകൂടി ചെല്ലുന്ന സമയത്ത് അവര് കേൾക്കുന്ന വാർത്ത എന്താണ്? പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട്, ഇത് മാറ്റിവെക്കണം എന്നുള്ളത്. ആരാണ് ഇത് ഇടപെട്ടത് എന്നുള്ള ആ കുരുവട്ടൂരികൾ ഇനി പറയണ്ടേ? അന്റെ ലോകം നിയന്ത്രിക്കുന്ന അന്റെ മുദബ്ബിറുല്ലാൽ ഇടപെട്ടിരുന്നോ? ഇവരുടെ ലോകം നിയന്ത്രിക്കുന്ന ഒരു ഷെയ്ഖ് ഉണ്ട്, അവൻ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇടപെട്ടു എന്ന് പറഞ്ഞോ? ഏതാണ് ആ അദൃശ്യ ശക്തി? ആരാണ്? നീ പറ. ആണായി പിറന്നവനാണെന്നുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറ. നിവേദനം കൊടുക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആരാണ് പ്രവർത്തിച്ചത്? അത് ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കുറച്ച് മുന്നത്തെ വാർത്തകളിൽ നിന്നും അതിൽ നിന്നുള്ള അനൂപ് വിആറിന്റെ പോസ്റ്റിൽ നിന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഉസ്താദ് അതിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് അനൂപ് വിആറിന്റെ പോസ്റ്റിൽ നിന്ന് കിട്ടി, മാധ്യമങ്ങൾ അത് കൊടുത്ത്. അവര് മാത്രമല്ലല്ലോ അത് പറയുന്നത്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉസ്താദ് ഇടപെടുന്ന ചാനൽ എന്താണെന്നുള്ളത് ചാണ്ടിയമ്മ പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്ക്. അതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നോട്. ചാണ്ടിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ, അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ്. അദ്ദേഹം അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു, കേസ് വിളിപ്പിച്ചു.
അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ടാണ് അത് മരവിപ്പിച്ചത്. ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ്. അപ്പൊ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിമിഷപ്രിയയുടെ എക്സിക്യൂഷന് താൽക്കാലികമായിട്ടൊക്കെ സ്റ്റേ കിട്ടിയത് അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട്. ഉസ്താദ് ബന്ധപ്പെടുന്നത് അവിടുത്തെ ഒഫീഷ്യലുകളുമായിട്ടും അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായിട്ടാണ്. ആ ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിലേ 2 ദിവസം കഴിഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കേസ് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അവിടെ നിവേദനം കൊടുത്തുകൊണ്ട് അവിടെ കുടുംബക്കാരായിട്ട് ചർച്ച ചെയ്തിരിക്കാനുള്ള സമയമല്ല. ആരാണോ ഇത് വിധിച്ച ആളുകളെ കൊണ്ട് മാറ്റി എഴുതിപ്പിച്ചെങ്കിലേ നടക്കുള്ളൂ. അസാധാരണമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അവിടെ സാധാരണമായിട്ടുള്ള പോക്ക് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ 16-ാം തീയതി തൂക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടാവും. എങ്ങനെയാണോ അവർ അവിടെ ചെയ്യുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ഇവര് നോക്ക്, മറ്റേ ചാണ്ടി ഉമ്മൻ പറയുന്നു നോക്ക്, അത് ഒരു തവണയല്ല. ഈ കേസുകളെല്ലാം കഴിഞ്ഞ് വിധി മാറ്റിവെച്ച് എല്ലാ രംഗവും ശാന്തമായി കഴിഞ്ഞിട്ട് ചാണ്ടി ഉമ്മനും സംഘവും സന്ദർശിച്ച് ശേഷവും പറയുന്നുണ്ട്. 2 ക്ലിപ്പുകളും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഏത് പോയിന്റിലാണ് ഈ ഉസ്താദിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരുമെന്നൊരു തോന്നൽ? അല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നലുണ്ട്. അദ്ദേഹം അത് കറക്റ്റ് ആണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം യമനിലെ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ്, അങ്ങനെ ഒരു ഉമർ, അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പൊ തന്നെ തെളിഞ്ഞു വന്നു. അപ്പൊ തന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം പല ആൾക്കാരും അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ജഡ്ജിമാരടക്കം, സുപ്രീം കോടതി ജഡ്ജസിനടക്കം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിക്കേഷന് ഫലമുണ്ടായി. നമുക്ക് ഒറ്റ ദിവസം ഇതിന്റെ ഒരു എഫക്ട് നമ്മൾ കാണുന്നില്ലേ? അപ്പം പത്രക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, ഈ ഏതൊരു അവസരത്തിലാണ് എന്ത് ഇടപെടലാണ് എ പി ഉസ്താദ് നടത്തിയത് എന്ന് പറയുമ്പോൾ ഇത്തരം തൂക്കാൻ വിധിച്ചിരിക്കുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന 16-ാം തീയതി ജൂലൈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആ നിമിഷപ്രിയയുടെ ആ വിധി മാറ്റിവെക്കുന്നതിന് നിമിഷ നേരം കൊണ്ട് വളരെ ത്വരിതപ്പെട്ട ഒരു ഇടപെടലുകൾ എ പി ഉസ്താദ് നടത്തി. അത് ജുഡീഷ്യൽ സിസ്റ്റവും ഭരണകൂടത്തിലും ഇടപെട്ടുകൊണ്ടാണ് നടത്തിയത് എ പി ഉസ്താദ് ഇവിടുന്ന് അതിനെ പറ്റിയ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്തതാണ്, അവരോട് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പോഴും ഇവൻ ചോദിക്കാണ്, അതെങ്ങനെ അങ്ങനൊക്കെ അങ്ങോട്ട് നടത്താൻ പറ്റുമോ? അത് 2 കക്ഷികളൊക്കെ വിളിച്ചിട്ട് അവരുടെ ഒക്കെ ഓരോട് വാദം കേട്ട് അങ്ങനെയൊക്കെ അല്ലേ നടത്താൻ പറ്റുള്ളൂ? അതിനൊരു അർജി കൊടുക്കണ്ടേ, ഒരു നിവേദനം കൊടുക്കണ്ടേ? അങ്ങനെയൊക്കെ അല്ലേ നമ്മളെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പെറ്റി കേസ് വണ്ടി പിടിച്ചാൽ പോലും ചെയ്യലേ? അതൊക്കെ ആരുള്ള ചങ്ങായി, നിങ്ങൾ ഇവിടെ കിടന്ന് ഒതുങ്ങിയാൽ മതി. ഇരിക്കട്ടെ, ചാണ്ടി ഉമ്മൻ പറയുന്ന 2 ക്ലിപ്പുകളും ഇതിനോടൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇതിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായി വിശദീകരണം നൽകുമ്പോ ഒരു അണ്ടനും അടകോടനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം അറിയാത്ത, അലുവേദ ഉലുവേദ എന്നറിയാത്ത ഇവൻ പറയുന്ന വിശദീകരണമൊക്കെ വിശ്വസിച്ച് നടക്കുന്ന മരമണ്ടന്മാരായ സലഫികളും മുജാഹിദുകളും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ, നിങ്ങളൊക്കെ ബുദ്ധി ആർക്ക് പണയം വെച്ചാണ് ചെങ്ങൈമാരെ ഈ മണ്ടന്മാർക്കോ? ഇവരെന്നെ പടച്ചോൻ ഇവരുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഞങ്ങളെ ഷെയ്ഖിന്റെ കഴുതകളാക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥന കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനത് വിചാരിച്ചിട്ടില്ല ഇടാൻ വേണ്ടി. അതിലും എല്ലാരും കൂടി ആമീൻ കഴുതകളാക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പോത്തുകളുടെ അവസ്ഥ. അടുത്ത് വെക്കട്ടെ. അപ്പൊ 14-ാം തീയതി ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ 14-ാം തീയതി പത്രസമ്മേളനം എന്ന് ഞാൻ പറഞ്ഞു, അത് ഒരു മൈക്കൊക്കെ വെച്ച് ഇരുന്നിട്ട് മുമ്പ് പറയാണ്, നീട്ടിവെച്ചിരിക്കുന്നു. ഞാൻ അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറ്റിവെച്ചതാണ് എന്ന് അവർ എന്നോട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരെ ഞാൻ വിളിച്ചുകൂട്ടി അവിടെ ഒരു മുഷാവറൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിടല്? ഞാനത് പറയുമ്പോ വളരെ ഇത്രയധികം ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ? 14-ന് കോടതി ക്ലിയർ ചെയ്ത ഒരു വിഷയം ഇയാള് 14-നും 15-നും ചർച്ചയിലാണെന്നാ പറഞ്ഞത്. എന്ത് ചർച്ച ചെയ്യണമെന്ന് പോലും ഈ പോത്തിന് അറിയില്ല. ഈ വിധി ബല് വിചിത്രമായി കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് മൂപ്പരെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകരമായ ഒരു രംഗമുണ്ട്. അത് അടുത്ത പത്രസമ്മേളനമാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഇനി ആ പത്രസമ്മേളനത്തിന്റെ ക്ലിപ്പാണ് വരാൻ പോകുന്നത്. അതിന്റെ മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെയൊക്കെ വേദികളിൽ നിങ്ങളെ തെറിയൂർ കുഞ്ഞമ്മദ് അടക്കം പറയുന്ന ഒരു വെല്ലുവിളി ഉണ്ട്. നീ ആണായി പിറന്നവനാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നത് നിങ്ങൾ പ്രസംഗത്തിൽ നിങ്ങൾ പറയുന്ന, ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടുന്നില്ല, നിഷേധിച്ചു കഴിഞ്ഞാൽ ഇടാം. വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ
നീ ഇവിടെ അടുത്ത് പറയേണ്ടത് അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാന്നാ. ഉസ്താദ് പുറത്തുവിട്ട ആ പകർപ്പല്ലാതെ അതിലെ ഏതെങ്കിലും ഒരു ഹറഫോ വാചകമോ മാറ്റിത്തിരുത്തലുകളോടെ വേറെ ഏതെങ്കിലും ഒരു വിധിപ്പകർപ്പ് ഈ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച് വളർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? തന്റെ ഇടണ്ടെങ്കിൽ കാണിക്കണം, അതാണ് വെല്ലുവിളി. ഇവിടെ പറഞ്ഞു നോക്ക്, കൃത്രിമമായി AP ഉസ്താദ് ഉണ്ടാക്കിയതാണെന്ന്. ഉസ്താദ് അത് 15-ാം തീയതി പുറത്തുവിടുന്നത് വരെ 14-ാം തീയതി തീരുമാനമായിട്ട് എന്തേ ഇത് ആരുടെ കയ്യിൽ കിട്ടുന്നു? എന്തേ അന്റെ ലോകം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ഷെയ്ഖ് ഉണ്ടല്ലോ, ഓന്റെ അടുത്ത് കിട്ടിയെന്നോ? ഉസ്താദ് പുറത്തു വിട്ടതിന്റെ ശേഷം, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് അതീവ അതിന്റെ സൂക്ഷ്മതയോട് കൂടിയാണ് ഇത് അവർ കൈകാര്യം ചെയ്യുന്നത്. 14-ാം തീയതി പുറത്തു വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉസ്താദിനോടും എന്ത് ചെയ്തിട്ടില്ല, അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടില്ല. 15-ാം തീയതി അവിടുന്ന് ഉസ്താദിന് അനുമതി കിട്ടുന്നതിനനുസരിച്ചാണ് ഉസ്താദ് അത് പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ്? ഇതിൽ ഞാൻ മറ്റൊരു കാര്യം കാണിച്ചുതരാം. കാരണം അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 15-ാം തീയതി ജൂലൈ രാവിലെ അബ്ദുൽ ഫത്താ മഹ്ദി എന്ന് പറയുന്ന ദലാലിന്റെ സഹോദരൻ പോസ്റ്റ് ചെയ്യുന്നു, ആൻഡ് വി ആർ വൺ സ്റ്റെപ്പ് അവേ ഫ്രം ഇംപ്ലിമെന്റിംഗ് ദ ലോ ഓഫ് അല്ലാഹ്. അവർ ഹേർട്സ് ആർ വെയിറ്റിംഗ് impatiently and patiently waiting for that long awaited moment. Truth does not die and blood is not forgotten. എന്താ പറയുന്നത്? 15-ാം തീയതി രാവിലെ അതിന്റെ മുമ്പ് അവർക്ക് കിട്ടിയ വിധിപ്പകർപ്പുമായി പോസ്റ്റ് ചെയ്തുകൊണ്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മൂപ്പര് പറയാണ്, നാളെ രാവിലത്തെ ഉദയം എന്ന് പറയുന്നത് ഈ വിധി നടപ്പാക്കാനുള്ളതാണ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യുന്നതാണ്. അക്ഷമയോടുകൂടി ക്ഷമയോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്താണ് 15-ാം തീയതി രാവിലെ. 14-ാം തീയതി തീരുമാനമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തേ വരെ അത് അറിയാതെ പോയി? ഈ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇപ്പൊ അങ്ങനെ ഒരു വിധിയാണ് ഇവര് വിളിക്കുമ്പോത്തിനാണ് മാറ്റിവെക്കുക. അതൊരു ചട്ടവും ക്രമമൊക്കെ ഇല്ലേ? അവിടെ ഒരു അർജി കൊടുത്ത് രണ്ടു കൂട്ടരുടെയും വക്കീലന്മാര് വന്ന് ചർച്ച ചെയ്ത് അവിടെ കോടതിയിൽ ഇത് കേസ് വിളിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കുക. അതൊന്നും ഇല്ലാതെ അങ്ങ് നടക്കുമെന്ന്. ഇല്ലാതെ നടന്നിട്ടുണ്ട് എന്നാ ജാഹിലെ പറയുന്നത്. അനക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴുതയാക്കണേ എന്ന് സ്വയം പ്രാർത്ഥിക്കും ചെയ്യും. ഷെയ്ഖിന്റെ കഴുതയാക്കണേ എന്ന് പറയുമ്പോ പടച്ചോനായി സ്വീകരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഇത്ര പോലും ഈ രൂപത്തിൽ മണ്ടത്തരാൻ പറയാൻ പറ്റുക? കാരണം 15-ാം തീയതി അബ്ദുൽ ഫത്താ മഹ്ദി എന്ന് പറയുന്ന ആള് പോസ്റ്റ് ഇട്ടാണ്. മൂപ്പർ അറിഞ്ഞിട്ടില്ല 14-ാം തീയതി ഇത് ഈ വെർഡിക്റ്റ് മാറ്റിവെച്ച കാര്യം. തീർന്നില്ല, 15-ാം തീയതി കഴിഞ്ഞു. 15-ാം തീയതി വീണ്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്യാണ്, so far we have not received any official notification from the public prosecutor regarding the postponement of the execution of the death sentence and the dates still stand as previously reported. മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിധി നടപ്പാകും. ഞങ്ങൾക്ക് ഇതുവരെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ചെങ്ങായി പിന്നെ എങ്ങനെ അനക്ക് കിട്ടി എന്ന് പറയുന്നത് പച്ചപ്പൊള്ളു പറയാം. ഒരാൾക്കും കിട്ടിയിട്ടില്ല AP ഉസ്താദിനല്ലാതെ. അത് അവിടുത്തെ ഓഫീഷ്യൽ നേരിട്ട് അയച്ചു കൊടുത്തതാ. അവിടെ അയച്ചു കൊടുത്ത് അവിടുന്ന് വിവരം കിട്ടിയാലേ ഉസ്താദും അത് പുറത്തു വിടുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ അന്റെ കോമണ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനിരിക്കുക. ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ ഇടാം. ഞങ്ങളെ ഷെയ്ഖ് ലോകം നിയന്ത്രിക്കുന്ന ആൾ തന്നെയാണ് എന്ന്. ഒരു പൂച്ചക്കുട്ടി പോയിട്ട് ഒരു കടുക് മണി ഇളക്കാൻ കഴിയാത്ത ഓനൊക്കെയാണ് ലോകം നിയന്ത്രിക്കുക എന്ന് പറയുന്ന കള്ള ഹംക്ക്. എന്നിട്ട് ഓനാണ് എന്ത് ചെയ്യുന്നത്, ഈ തമ്മാടിത്തരങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടി ഈ 3 ശൈത്തന്മാരെ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിന്റെ ഗൗരവം. 14-ാം തീയതി 15-ാം തീയതി കാര്യം പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. 15-ാം തീയതി രാവിലെ അവിടുത്തെ പത്രസമ്മേളനം വിളിക്കുകയാണ്, ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ചർച്ച നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഒരു വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇതാ 16-ാം തീയതി രാവിലെ 16th ജൂലൈ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഫത്താ മഹ്ദി പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എ ടെക്സ്റ്റ് മെസ്സേജ് ഫ്രം ദ ഒഫീഷ്യൽ ഓഫ് ദി ഇംപ്ലിമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോർണി ജനറൽ ഹാസ് ഇറ്റ് ബീൻ പോസ്റ്റ്പോൺഡ്. അവര് ചോദിക്കുകയാണ് ജൂലൈ 16 ഒരു ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയെന്ന്. അപ്പോഴും വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല. എന്നാണ് ഇത്? 16-ാം തീയതിയാണ്. അന്റെ വാദം അനുസരിച്ച് തന്നെ 14-ാം തീയതി തീരുമാനമായി. ഡേറ്റ് അങ്ങനെയാണല്ലോ. 15-ാം തീയതിയാണല്ലോ ഉസ്താദ് പുറത്തുവിടുന്നത്. അപ്പോഴും 16-ാം തീയതി എന്ത് ചെയ്തിട്ടില്ല? ഉസ്താദ് പുറത്തുവിട്ടതിന്റെ ശേഷം 16-ാം തീയതി രാവിലെയും ഈ കുടുംബത്തിന് എന്ത് ചെയ്തിട്ടില്ല? വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനൊരു അസാധാരണ സ്വഭാവം ഉണ്ടല്ലോ. നീ നേരത്തെ പറഞ്ഞ പോലെ കുടുംബക്കാരെല്ലാം വിളിച്ചു വരുത്തി 2 വാദിയുടെയും പ്രതിയുടെയും വക്കീലുമാര് കോടതിയിൽ വാദിച്ച് ഹർജി കൊടുത്ത് അതിന്മേൽ കേസ് നടന്ന് കേസ് വിളിച്ച് അങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കേണ്ടത്? അങ്ങനെയല്ലേ ഇത് ആദ്യം പറഞ്ഞത്? എന്തേ ഇവിടെ അങ്ങനെ കുടുംബക്കാരെ വിളിച്ചിരുന്നോ? അങ്ങനെ വാദപ്രതിവാദം നടന്നിട്ടാണോ ഇത് മാറ്റിയത്? അല്ല, അവര് നിവേദനം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു, ഐ ഗോട്ട് എ കോൾ ഫ്രം ദ ഹയർ അതോറിറ്റി ദാറ്റ് ദിസ് കേസ് ഷുഡ് ബി പോസ്റ്റ്പോൺഡ് ഇൻഡെഫിനിറ്റ് ഡേറ്റ്. ഒരു പ്രത്യേകമായ ഡേറ്റോട് കൂടിയല്ലാതെ അനിശ്ചിത കാലത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വിധിക്കാനാണ് എനിക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടിയിരിക്കുന്നത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാണ്. അപ്പൊ ജൂലൈ 16 രാവിലെ പോലും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, കുടുംബക്കാർ അറിഞ്ഞിട്ടില്ല. എന്നാൽ ജൂലൈ 16 ഉസ്താദ് ഇത് പുറത്തു വിട്ടതിന്റെ ശേഷം അബ്ദുൽ ഫത്താ മഹ്ദി പോസ്റ്റ് ചെയ്യുന്നു,
What is achieved and here today from the mediation and attempt for peace is nothing new or surprising. Throughout our years, we have been hidden. See, now it's been postponed. We were not expecting that. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റ്പോൺ ചെയ്ത വിവരം കിട്ടി. എവിടുന്ന വിവരം കിട്ടിയത്? താഴെയുള്ള പോസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് AP ഉസ്താദ് വിട്ടിട്ടുള്ള വിധിപ്പകർപ്പാണ് അബ്ദുൽ ഫത്താഹ് മഹദിയും ഷെയർ ചെയ്യുന്നത്. കാരണം അതേ നിലവിലുള്ളൂ, വേറെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അന്റെ കോമാടനും കിട്ടിയിട്ടില്ല, വേറെ അന്റെ സമദിനോ ഒരു മഹ്ലൂക്കിനും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആഘോഷിക്കൂലേ, പുറത്തു വിടൂലേ? മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന് അവിടെ പങ്കെടുക്കാതെ കള്ളത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ആഘോഷിച്ചതാണ്? നിങ്ങളാണ് നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കാതിരിക്കുക. അതിന് നിങ്ങളെ ഷെയ്ഖിന്റെ കഴുതയാവണേ എന്ന് പറഞ്ഞപ്പോ അതിൽ ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ കൂടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ജൂലൈ 16-ാം തീയതി രണ്ടാമത്തെ പോസ്റ്റാണ്. രാവിലത്തെ പോസ്റ്റിൽ വിവരം കിട്ടിയിട്ടില്ല, ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ്. ആ ജൂലൈ 16-ന് അവർക്ക് വിവരം കിട്ടുന്നു. ഈ പോസ്റ്റ് AP ഉസ്താദ് ഷെയർ ചെയ്തിട്ടുള്ള ഈ വിധിപ്പകർപ്പോടുകൂടി അവർ പറയുന്നു, now it's been postponed and we were not expecting that. Unfortunately, especially that those who have stopped the implementation know our absolute refusal to any attempt to reconcile in any form in any case. What is after setting of execution date is more difficult than before. We shall follow the execution till execution എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. വിഷയം എന്താണ്? ഉസ്താദ് പുറത്തു വിട്ടപ്പോ മൂപ്പര് അത് അറിഞ്ഞു, അവരുടെ കുടുംബം അറിഞ്ഞു. ആ കുടുംബം അറിഞ്ഞപ്പോ, കാരണം എന്തായാലും 16-ാം തീയതി അറിയാൻ പോവുകയാണ്, അവിടെ വിധി എന്തില്ല, വിധി നടപ്പിലാവുന്നില്ലല്ലോ, അവരറിയാൻ പോവുകയാണ്. അപ്പൊ അവർക്ക് അതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഒഫീഷ്യലായിട്ട് കിട്ടിയപ്പോ അതിന്റെ വിധിപ്പകർപ്പ് ഉസ്താദ് പുറത്തുവിട്ടതിൽ നിന്ന് അവർ കണ്ടപ്പോ അതും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പോസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ വാട്ടർമാർക്ക് വെച്ചതെന്നുള്ള മനസ്സിലായില്ലേ? അന്നെ പോലുള്ള കള്ളന്മാരില്ലേ, അന്നെ പോലുള്ള കള്ളന്മാര് പറയില്ലേ, ഇതാ ഞങ്ങൾക്ക് ഇതാ നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഷെയ്ഖ് അബൂബക്കർ പുറത്തുവിടുന്നതിന് മുന്നേ ഞങ്ങളെ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ തെണ്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വാട്ടർമാർക്ക് വെച്ചത്. ഈ വാട്ടർമാർക്ക് വെക്കാത്തൊരു സാധനം 14-ാം തീയതി വന്നിട്ടില്ല, 15-ാം തീയതി വന്നിട്ടില്ല, 16-ാം തീയതി വന്നിട്ടില്ല. അതിന്റെ ശേഷം ഉസ്താദ് പല ആളുകൾക്കും, ഒഫീഷ്യൽസുകൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഉസ്താദ് പുറത്തു വിടുന്നത് വരെ ആ ദിവസങ്ങളിൽ ഒരാൾക്കും ഇതല്ലാത്ത ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഉസ്താദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ ഒഫീഷ്യൽസ് നേരിട്ട് ഉസ്താദിനെ അയച്ചതാണ്. ഇതിന് ഒരുപാട് ആളുകൾ കടികൂടാൻ വേണ്ടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞില്ലേ, ഇതിന്റെ മേലിൽ അന്യായമായ ക്രെഡിറ്റ് എടുത്ത് ഇത് വേറൊരു തലത്തിലോട്ട് കാശ് മാറ്റി അടിച്ച് ഇടാൻ വേണ്ടി നിൽക്കുന്ന മറ്റു ആളുകളുണ്ട്. അവനെ പ്രതിരോധിക്കുകയും കൂടി ആയിരുന്നു AP ഉസ്താദ് ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വളരെ വ്യക്തമായി എന്തുകൊണ്ട് ഇതിൽ വാട്ടർമാർക്ക് വന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം പോത്താക്കിയത് തിരിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്തിരുന്നത്, ചർച്ചകൾ അവിടെ നടക്കുന്നത്. 14-ാം തീയതി തീരുമാനമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 14-ാം തീയതിയോ 15-ാം തീയതി വൈകുന്നേരത്തിന് മുമ്പ് ഉസ്താദ് വിടുന്നതിന് മുമ്പ് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്താ മീഡിയകളിൽ ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള അവിടെ ആരെയാണോ കാണേണ്ടത്, സംയമനം പാലിക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടത്, ഏത് രൂപത്തിലാണ് അവിടുത്തെ വിഷയങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടത്, അവിടുത്തെ ഉമർ ഹഫീദിനും മറ്റു ബന്ധപ്പെട്ട ആളുകൾക്ക് അതറിയാം. അതെങ്ങനെയാണ് ചെങ്ങായി അനക്കറിയുന്നത്? അന്നെ പോലുള്ള ഒരു തെമ്മാടിക്ക്, അതല്ലെങ്കിൽ ഈ തെമ്മാടിത്തരം പറഞ്ഞു നടക്കുന്ന ഒരാളോട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നോട് പറഞ്ഞിട്ടാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖിന്റെ ഞങ്ങളെ ഷെയ്ഖാണ് എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു പറയാന്നല്ലാതെ ഒരു പൂച്ചക്കുട്ടി പോലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നില്ലല്ലോ, എന്റെ ഒരു കാര്യം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിഷമത്തിലാണ്. ഉസ്താദിന് അവമതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രാവന്തിയോളം പണിയെടുത്തിട്ടും ഒരു ചുക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അസൂയയുടെ മൂർത്തിഭാവമാണ് നിന്റെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മുഖത്തിലൂടെ നിനക്ക് മനസ്സിലാവുക. മൊയന്ത് നെറ്റിമൊട്ടിച്ച് വെച്ചിട്ടില്ല എന്നുള്ളൂ, കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ അനക്കത് മനസ്സിലാവും. മനസ്സിലായില്ലേ? അടുത്തത്